ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. തുടർന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. വായിച്ച ഈ 2 വാക്യങ്ങളിൽ ഒരു വ്യത്യാസം കാണാം. ആദ്യം അവൻ പറയുന്നു, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. അവർ ദൈവഹിതത്തിന് അനുസരിച്ചല്ല നടന്നത്. അതുകൊണ്ട് എല്ലാ സമയവും അവർക്ക് ഒരുപോലെ തന്നെ. യെരുശലേമിൽ പോകാൻ അവർക്ക് പ്രത്യേക സമയം വേണ്ട, അവർക്കിഷ്ടമുള്ളപ്പോഴെല്ലാം പോകാം. അതിനാൽ മറ്റെല്ലാ യഹൂദന്മാരും പോകുന്ന സമയത്ത് തന്നെ അവർക്കും പോകാം. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ എൻ്റെ സമയം വന്നിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞതായി നാം വായിക്കുന്നു. താൻ മരിക്കുന്നതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നും താൻ ഇങ്ങോട്ട് ആദ്യം വന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉടനെ തിരികെ പോകുമെന്നും യേശു അറിഞ്ഞിരുന്നതായി യോഹന്നാൻ പറയുന്നു. ലോകത്തിൽ തനിക്കുള്ളവരെ, ശിഷ്യന്മാരെ അവൻ സ്നേഹിച്ചു. ഇപ്പോൾ അവസാനത്തോളവും, അതായത് മരണം വരെയും അവൻ സ്നേഹിക്കാൻ പോകുകയാണെന്ന് അവരെ കാണിച്ചു കൊടുത്തു. അതായത് അതിരില്ലാത്ത അവരെ സ്നേഹിക്കുന്നുവെന്ന് കാണിച്ചു കൊടുത്തു. മനുഷ്യരാശിക്ക് രക്ഷയും വീണ്ടെടുപ്പും ദൈവത്തോടുള്ള നിരപ്പും കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്കുള്ള സർവ്വശിക്ഷയും ക്രൂശിൽ ഏറ്റുവാങ്ങി. നമുക്ക് പകരമായി ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ഈ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.